ഈ വീഡിയോയിൽ നമ്മൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിൽ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് പ്രോട്ടോകോൾ ലെയറിംഗ്? ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ഫങ്ഷൻസ് ഓഫ് ദി TCP ഓർ IP ലെയേഴ്സ്. അപ്പോൾ പ്രോട്ടോകോൾ ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നെറ്റ്വർക്കിങ്ങിൽ യൂസ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറൽ ഡിസൈൻ ടെക്നിക്കാണ്. നമ്മുടെ കോംപ്ലക്സ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിനെ നമ്മൾ സിമ്പിൾ സ്മോൾ മാനേജബിൾ ലെയേഴ്സ് ആയിട്ട് നമ്മൾ ബ്രേക്ക് ചെയ്യും. ഈ ഓരോ ലെയറിൻ്റെയും പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ലെയറും താഴെ കിടക്കുന്ന ലെയറിൻ്റെ സർവീസിനെ ആയിരിക്കും റിലേ ചെയ്യുന്നത്. അതായത് നമ്മുടെ താഴത്തെ ലെയർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിനെ വെച്ചിട്ടായിരിക്കും മുകളിലെ ലെയർ വർക്ക് ചെയ്യുന്നുണ്ടാവുക. ആ മുകളിലെ ലെയറിൻ്റെ സർവീസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അതിന് മുകളിൽ കിടക്കുന്ന ലെയർ വർക്ക് ചെയ്യുന്നത്. ഈച്ച് ലെയർ റിലൈസ് ഓൺ ദ സർവീസസ് പ്രൊവൈഡ് ബൈ ദ ലെയർ ഡയറക്ട്ലി ബിലോ ഇറ്റ് ആൻഡ് ഓഫേഴ്സ് സർവീസസ് ടു ദ ലെയർ എബവ്. ഇനി നമ്മുടെ TCP IP മോഡലിൻ്റെയും OSI മോഡലിൻ്റെയും ലെയേഴ്സ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. TCP IPയിൽ 5 ലെയറാണ് നമുക്ക് വരുന്നത്. OSI മോഡലിൽ 7 ലെയേഴ്സ് ഉണ്ടാവും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ലെയേഴ്സിൻ്റെ നെയിമും അതുപോലെ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എഴുതാൻ എക്സാമിന് വേണം. ഇത്ര നമ്മൾ എന്താണെന്ന് നോക്കിയിരിക്കണം. അപ്പം ഓരോ ലെയറിനെ പറ്റി പറയാം. ആപ്ലിക്കേഷൻ ലെയർ നമ്മുടെ യൂസർ ഫേസിംഗ് പ്രോട്ടോക്കോൾസ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് ആപ്ലിക്കേഷനെയാണ് നമ്മൾ ആപ്ലിക്കേഷൻ ലെയർ എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് HTTP, FTP, DNS, SMTP. ഇതിനെപ്പറ്റി എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. എല്ലാം ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ആപ്ലിക്കേഷൻ ലെയറിൻ്റെ എക്സാമ്പിൾസ് ആണ് അതൊക്കെ. ഇനി ട്രാൻസ്പോർട്ട് ലെയർ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് എൻഡ് ടു എൻഡ് കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ലെയറാണ് ട്രാൻസ്പോർട്ട് ലെയർ. അതിന് ഫ്ലോ കൺട്രോൾ, ഇറർ റിക്കവറി യൂസിങ് പ്രോസസ്സസ് ലൈക്ക് TCP ഓർ UDP ഒക്കെയാണ് നമ്മൾ എഴുതുന്നത്. ഇത് കണക്ഷൻ ഓറിയൻറ്റഡ് അല്ലെങ്കിൽ കണക്ഷൻ ലെസ് പ്രോട്ടോക്കോൾസിനെ യൂസ് ചെയ്തിട്ടുള്ള ഇറർ റിക്കവറി ട്രാൻസ്പോർട്ട് ലെയറിലാണ് ഉള്ളത്. ഇൻ്റർനെറ്റ് ലെയർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ലോജിക്കൽ അഡ്രസ്സിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് ലോജിക്കൽ അഡ്രസ്സിങ്ങിനെയും പാക്കറ്റ്സിനെ റൂട്ട് ചെയ്യാനും മൾട്ടിപ്പിൾ നെറ്റ്വർക്ക്സിലേക്ക് IP യൂസ് ചെയ്ത് പാക്കറ്റ്സിനെ റൂട്ട് ചെയ്യാനും ലോജിക്കൽ അഡ്രസ്സിങ്ങിനും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ലെയറാണ് ഇൻ്റർനെറ്റ് ലെയർ എന്ന് പറയുന്നത്. നെറ്റ്വർക്ക് ആക്സസ് ഓർ ലിങ്ക് ലെയർ നമ്മുടെ ഫിസിക്കൽ ഹാർഡ്വെയർ ട്രാൻസ്മിഷനെ കൺട്രോൾ ചെയ്യുന്നതാണ് നെറ്റ്വർക്ക് ആക്സസ് അല്ലെങ്കിൽ ലിങ്ക് ലെയർ. അതിന് എക്സാമ്പിൾ നമ്മുടെ MAC അഡ്രസ്സിങ്, ഫ്രെയിം ഡെലിവറി ടു ദ ലോക്കൽ നെറ്റ്വർക്ക് ലിങ്ക് ഒക്കെ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, കമ്പയർ ദ ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചർ വിത്ത് ദ പിയർ ടു പിയർ. ഇത് നമ്മൾ നേരത്തെയൊക്കെ പഠിച്ചിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ സെമിസ്റ്ററിലും ഇയറിലൊക്കെ പഠിച്ചിട്ടുള്ള സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമുക്കറിയാം ക്ലയൻറ്റ് സെർവർ എങ്ങനെയാണ് ഇരിക്കുന്നത്. ഒരു സെർവർ ഉണ്ടാവും, അതിനെ ഡിപ്പെൻഡ് ചെയ്ത് കുറേ ക്ലയൻസ് ഉണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ക്ലയൻറ്റ് സെർവറിനകത്ത് സെർവർ ബ്രേക്ക് ആയിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാ കണക്ഷൻസും ബ്രേക്ക് ആവും. അതുപോലെ പിയർ ടു പിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അവിടെ ഒരു സെർവർ ഉണ്ടായിരിക്കത്തില്ല, ഡയറക്റ്റ്ലി നമ്മുടെ ക്ലയൻസ് അല്ലെങ്കിൽ പിയേഴ്സ് തമ്മിലായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ഇനി ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചർ യൂസസ് ആൻ ഓൾവേസ് ഓൺ സെൻട്രലൈസ്ഡ് സെർവർ വിത്ത് എ ഫിക്സ്ഡ് IP അഡ്രസ്. അവിടുത്തെ IP അഡ്രസ്സ് ഫിക്സ്ഡ് ആയിരിക്കും. അതിന് ഒരു സെൻട്രലൈസ്ഡ് സെർവർ ഉണ്ടായിരിക്കും. ക്ലയൻസ് ഡയറക്റ്റ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയായിരിക്കില്ല ചെയ്യുന്നത്. എല്ലാ റിക്വസ്റ്റും നമ്മൾ സെർവറിലൂടെ പാസ് ചെയ്തായിരിക്കും ഓരോ ക്ലയൻസിലേക്കും എത്തിക്കുന്നത്. ഇനി ഇതിൻ്റെ ഡ്രോബാക്ക് എന്താണ്? നമുക്ക് ചുമ്മാതെ ഇതിനെ അങ്ങ് സ്കെയിൽ ചെയ്യാൻ പറ്റില്ല. അതിന് ഒരു ഹെവി സെർവർ ബാൻഡ് വിത്ത് ഉണ്ട്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സിംഗിൾ പോയിൻ്റ് ഓഫ് ഫെയിലിയർ വരാനുള്ള ചാൻസ് ക്ലയൻറ്റ് സെർവറിന് കൂടുതലാണ്. ഇത് സെർവർ പോയി കഴിഞ്ഞാൽ ബാക്കി എല്ലാം നഷ്ടപ്പെടും. പിയർ ടു പിയർ എന്ന് പറഞ്ഞാൽ എന്താ? മിനിമൽ ഓർ നോ റിലയൻസ് ഓൺ ഡെഡിക്കേറ്റഡ് സെൻട്രലൈസ്ഡ് സെർവേഴ്സ്. നേരത്തെ പറഞ്ഞു സെൻട്രലൈസ്ഡ് സെർവർ പിയർ ടു പിയർ ആർക്കിടെക്ചറിനില്ല. നമ്മുടെ പിയേഴ്സ് തമ്മിലായിരിക്കും ഡയറക്റ്റ്ലി കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും കമ്മ്യൂണിക്കേഷനും ഡയറക്റ്റ്ലി വിത്ത് ഈച്ച് അതർ. അതായത് ബോത്ത് ആക്ടേഴ്സ് ക്ലയൻസ് ആൻഡ് സെർവർ. അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ്? നമുക്ക് സ്കെയിൽ ചെയ്യാൻ ഈസി ആയിരിക്കും. കാരണം ഒരു സിംഗിൾ പോയിൻ്റ് ഓഫ് ഫെയിലിയർ അതിനില്ല. കൂടുതൽ പിയേഴ്സ് ജോയിൻ ആകുമ്പോഴത്തേക്കിനും ടോട്ടൽ നെറ്റ്വർക്ക് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യുമായിരിക്കും ചെയ്യുക. ഇനി ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ പെർസിസ്റ്റൻ്റ് ആൻഡ് നോൺ പെർസിസ്റ്റൻ്റ് HTTP കണക്ഷൻസ്. അത് നമുക്ക് നോൺ പെർസിസ്റ്റൻ്റ് നോക്കാം. നമ്മൾ ഓരോ വെബ് ഒബ്ജക്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ പുതിയൊരു TCP കണക്ഷൻ ഓപ്പൺ ചെയ്യേണ്ടി വരും. അപ്പോൾ എന്തുവരും? ഹൈ ഓവർ ഹെഡ് കാണും. കാരണം ഓരോ ട്രാൻസ്ഫറിനും ഒരു 3-way TCP ഹാൻഡ് ഷേക്ക് മെത്തേഡ് ഉണ്ട്. അത് ഹാൻഡ് ഷേക്ക് മെത്തേഡിനെ പറ്റി നമുക്ക് വേറൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഓവർ ഹെഡ് ഹൈ ആയിരിക്കും. ഇനി പെർസിസ്റ്റൻ്റ് HTTP എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സിംഗിൾ TCP കണക്ഷൻ എപ്പോഴും ഓപ്പൺ ആയിരിക്കും. മൾട്ടിപ്പിൾ HTTP റിക്വസ്റ്റിനും റെസ്പോൺസിനും വേണ്ടിയിട്ട് അത് ഓൾറെഡി ഓപ്പൺ ആയിരിക്കും. അപ്പോൾ നമ്മുടെ സെർവറിൻ്റെ ഓവർ ഹെഡ് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് റെഡ്യൂസ് ചെയ്യും. അതുപോലെ തന്നെ ലേറ്റൻസി, എക്സ്ട്രാ ലേറ്റൻസി TCPയിൽ നിന്ന് കണക്ഷൻ ഹാൻഡ് ഷേക്ക് വഴിയുള്ള എക്സ്ട്രാ ലേറ്റൻസി നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഫോർത്ത് ക്വസ്റ്റ്യൻ,
Explain the operation of FTP and why it uses two separate connections. File transfer protocol uses an out-of-band architecture with two parallel connections between the client and server. File transfer protocol ഒരു പാരലൽ കണക്ഷൻ യൂസ് ചെയ്തിട്ടാണ് ഡേറ്റ ട്രാൻസ്മിഷൻ നടത്തുന്നത്. നോക്കിക്കേ, നമുക്കൊരു FTP ക്ലയൻറ്റും ഉണ്ട്, ഒരു സെർവറും ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമേ ഒരു കൺട്രോൾ കണക്ഷൻ കമാൻഡ് കൊടുത്ത് FTP സെർവറുമായിട്ട് ഒരു കണക്ഷൻ സ്റ്റേറ്റസ് ഉണ്ടാക്കുന്നു. അത് എങ്ങോട്ടാണ് ചെല്ലുന്നത്? പോർട്ട് 21ലേക്കാണ്. പോർട്ട് 20ൽ നിന്ന് നമ്മൾ ഡേറ്റ കണക്ട് ചെയ്തു, അതായത് നമ്മൾ ഫയൽ ട്രാൻസ്ഫർ ചെയ്തു ക്ലയൻറ്റിലേക്ക്. അപ്പോൾ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന പോർട്ട് 21ഉം നമ്മൾ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ യൂസ് ചെയ്ത പോർട്ട് 20ഉമാണ്. ഇവിടെ കൺട്രോൾ കണക്ഷൻ പോർട്ട് 21 നമ്മൾ കമാൻഡ്സിനെ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് നമുക്ക് വേണ്ട ലോഗിൻ, പാത്ത് ചേഞ്ച്, ഫയൽ റിക്വസ്റ്റ്, അങ്ങനെ റെസ്പോൺസ് കോഡ് എല്ലാത്തിനും വേണ്ടിയിട്ടാണ് നമ്മൾ പോർട്ട് 21 യൂസ് ചെയ്യുന്നത്. നമ്മുടെ എൻ്റയർ സെഷനിലും ഈ പോർട്ട് എന്തായിരിക്കും? ഓപ്പൺ ആയിരിക്കും. ഇനി ഡേറ്റ കണക്ഷൻ നമ്മൾ പറഞ്ഞു പോർട്ട് 20 ഓപ്പൺ ഡൈനാമിക്കലി സ്പെസിഫിക്കലി ഫോർ ട്രാൻസ്ഫറിങ് ഫയൽ ഡേറ്റ ഓർ ഡയറക്ട്ലി ലിസ്റ്റിംഗ് ആൻഡ് ക്ലോസസ് ഇമ്മീഡിയറ്റ്ലി വൺസ് ദ ഡേറ്റ ട്രാൻസ്ഫർ കംപ്ലീറ്റ്. പോർട്ട് 21 എപ്പോഴും ഓപ്പൺ ആയിരിക്കും, പക്ഷേ പോർട്ട് 20 എന്ന് പറയുന്നത് ഡേറ്റ ട്രാൻസ്ഫർ നടക്കുന്ന സമയത്ത് മാത്രമേ ഓപ്പൺ ആയിരിക്കത്തുള്ളൂ. ഇനി എന്തിനാണ് ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നത്? സെപ്പറേറ്റിംഗ് കൺട്രോൾ സിഗ്നൽസ് ഫ്രം ഡേറ്റ ട്രാൻസ്ഫർ പ്രിവെൻറ്റ്സ് കൺട്രോൾ മെസ്സേജസ് ഫ്രം ബീയിങ് ഡിലേഡ് ബിഹൈൻഡ് ലാർജ് ഓൺഗോയിങ് ഡേറ്റ ട്രാൻസ്ഫർ. നമ്മുടെ ഡേറ്റ ട്രാൻസ്ഫർ ഡിലേ ആവാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഇനി എക്സാമിന് എഴുതാൻ വേണ്ടിയിട്ടുള്ള പോയിൻറ്റ്സ് ആയിട്ടാണ് ഞാൻ ഈ നോട്ടിൽ പ്രിപ്പയർ ചെയ്തേക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ജസ്റ്റ് കാര്യം മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നതേ ഉള്ളൂ. ഇനി ക്വസ്റ്റ്യൻ 5. എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് SMTP, POP3 ആൻഡ് IMAP ഇൻ ഇലക്ട്രോണിക് മെയിൽ ട്രാൻസ്മിഷൻ. നമ്മൾ ഈ മെയിൽ സെൻഡ് ചെയ്യുന്നത് പല പല പ്രോട്ടോക്കോൾസിനെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അതായത് പുഷിങ്, പുള്ളിങ് അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. പുഷിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെൻഡ് ചെയ്യുന്നതിനാണ് നമ്മൾ പുഷിങ് എന്ന് പറയുക. പുള്ളിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിട്രീവ് ചെയ്യുന്നത്. കുറേ സെർവേഴ്സും ക്ലയൻസും ഉണ്ടല്ലോ, അതിൽ നിന്ന് നമ്മൾ റിട്രീവ് ചെയ്യുന്നതിനാണ് നമ്മൾ പുള്ളിങ് എന്ന് പറയുന്നത്. ഇവിടുത്തെ എക്സാമ്പിൾ നോക്കുക. നമ്മൾ സെൻഡർ അല്ലെങ്കിൽ ക്ലയൻറ്റ് ഒരു SMTP മെയിൽ സെൻഡർ മെയിൽ സെർവറിലേക്ക് അയച്ചു. അവിടെ നിന്ന് അത് റെസിപ്പിയൻ്റെ സെർവറിലേക്ക് ചെല്ലുന്നു. പിന്നെ നമ്മുടെ IMAP യൂസ് ചെയ്ത് അതായത് അതിനെ പുൾ ചെയ്തിട്ട് റിസീവർ ക്ലയൻറ്റിലേക്ക് നമ്മൾ കൊടുക്കുന്നു. ഈ ഫിഗറൊക്കെ വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മാർക്ക് കൂടുതൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. നമുക്ക് കുറച്ചുകൂടെ ഫിഗർ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നമുക്കത് അറിയാമെന്ന് മനസ്സിലാവും. ഇനി എന്താണ് SMTP? സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. അതൊരു പുഷ് പ്രോട്ടോക്കോളാണ്. നമ്മൾ TCP പോർട്ട് 25ലാണ് അത് യൂസ് ചെയ്യുന്നത്. നമ്മുടെ സെൻഡറിൻ്റെ ക്ലയൻറ്റ് ഇമെയിൽ ഒരു മെയിൽ സെർവർ വഴി ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് മെയിൽ സെർവറിൻ്റെ ഫോർവേഡിങ് മെസ്സേജിന് ബിറ്റ്വീൻ ആയിട്ട് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് യൂസ് ചെയ്യുന്നത്. നമ്മളിവിടെ കണ്ടു അല്ലേ SMTP കൊടുത്തിരിക്കുന്നത്. ഇനി POP3 പോസ്റ്റ് ഓഫീസ് പ്രോട്ടോക്കോൾ V3. നമുക്ക് ഡൗൺലോഡ് ആൻഡ് ഡിലീറ്റ് ആക്സസ് പ്രോട്ടോക്കോളാണ് POP3 എന്ന് പറയുന്നത്. അതിൻ്റെ പോർട്ട് എന്ന് പറയുന്നത് 110/995 ആണ്. നമ്മുടെ ലോക്കൽ ഹോസ്റ്റിലേക്ക് മെസ്സേജസ് ഡൗൺലോഡ് ചെയ്യാനും അതിനെ സെർവറിൽ നിന്ന് ടിപ്പിക്കലി ഡിലീറ്റ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട്, അതായത് സിങ്കിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പോർട്ടാണത്. IMAP എന്ന് പറഞ്ഞാൽ എന്താ? ഇൻ്റർനെറ്റ് മെസ്സേജ് ആക്സസ് പ്രോട്ടോക്കോൾ. ഒരു സ്റ്റേറ്റ്ഫുൾ മെയിൽ റിട്രീവൽ പ്രോട്ടോക്കോളാണ്. എല്ലാ ഇമെയിലും നമ്മുടെ സെർവറിൽ തന്നെ സ്റ്റോർ ചെയ്യും. നമ്മുടെ ഫോൾഡേഴ്സും റീഡ് സിസ്റ്റവും എല്ലാം സിങ്ക്രണൈസ് ആയിട്ട് മൾട്ടിപ്പിൾ ഡിവൈസിൽ സിങ്ക്രണൈസ് ആയിട്ട് കീപ്പ് ചെയ്യുന്നതാണ് IMAP. അതിൻ്റെ പോർട്ട് എന്ന് പറയുന്നത് 143/993 ആണ്. ഇനി ക്വസ്റ്റ്യൻ 6. ഹൗ ഡസ് DNS റെസൊല്യൂഷൻ വർക്ക്? ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ റിക്കർസീവ് ആൻഡ് ഐട്രേറ്റീവ് DNS ക്വരീസ്. DNS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, ഡൊമൈൻ നെയിം സിസ്റ്റമാണ്. അത് ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് ഹൈറാർക്കിക്കൽ ഡേറ്റാബേസ് ആണ്. നമ്മുടെ ഹ്യൂമൻ റീഡബിൾ ഡൊമൈൻ നെയിംസിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് IP അഡ്രസ്സ് ആക്കുന്നതാണ് ഡൊമൈൻ നെയിം സിസ്റ്റം ചെയ്യുന്ന ജോബ് എന്ന് പറയുന്നത്. ഇനി റിക്കർസീവ് ക്വറി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ക്വറിയുടെ സെർവർ അസ്യൂം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ എൻറ്റയർ ബർഡൻ ഓഫ് റിസോൾവിങ് ദ നെയിം. അങ്ങനെയാണ് നമ്മുടെ ദ ക്വറീഡ് സെർവർ അസ്യൂംസ് ദ എൻറ്റയർ ബർഡൻ ഓഫ് റിസോൾവിങ് ദ നെയിം. ഇഫ് ഇറ്റ് ഡസൻറ്റ് നോ ദ അഡ്രസ്, ഇറ്റ് കോൺടാക്ട്സ് ദ അതർ സർവീസസ് ഓൺ ബിഹാഫ് ഓഫ് ദ ക്ലയൻറ്റ് ആൻഡ് റിട്ടേൺസ് ദ ഫൈനൽ ആൻസർ. നമുക്ക് വേണ്ട സെർവറിനെ അതിന് കോൺടാക്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ ഓൺ ബിഹാഫായിട്ട് നിൽക്കുന്ന ക്ലയൻറ്റിനെയും സെർവറിനെയും കണക്ട് ചെയ്തിട്ട് ഫൈനൽ ആൻസർ റിട്ടേൺ ചെയ്യും. അതാണ് റിക്കർസീവ് ക്വറി. ഐട്രേറ്റീവ് ക്വറി എന്ന് പറഞ്ഞാലോ, നമ്മുടെ ക്വറിയുടെ സെർവർ നമ്മൾ റിക്വസ്റ്റ് ചെയ്ത IP അഡ്രസ്സിലേക്ക് ഡയറക്റ്റ്ലി റിപ്ലൈ കൊടുക്കും. The queried server replies directly to the requested with the IP address of the next authoritative DNS server to ask, requiring the requester to handle these step-by-step lookup processes itself.
ഇനി ഹൗ BitTorrent വർക്ക്സ് വിത്ത് ദ കൺസെപ്റ്റ് ഓഫ് ടൊറൻറ്റ് ഫയൽസ്, ട്രാക്കേഴ്സ് ആൻഡ് ചോക്കിംഗ്. BitTorrent എന്ന് പറയുന്നത് ഒരു P2P ഫയൽ ഷെയറിംഗ് പ്രോട്ടോക്കോളാണ്. നമ്മുടെ ലാർജ് ഫയൽസിനെയും ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് സ്മോൾ പീസസ് ആക്കി എഫിഷ്യൻറ്റ് ഡിസ്ട്രിബ്യൂഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് BitTorrent എന്ന് നമ്മൾ പറയുന്നത്. അതിൻ്റെ ഒരു ഫിഗർ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം. നമ്മുടെ ഈ ടൊറൻറ്റ് ഫയൽ അല്ലെങ്കിൽ ട്രാക്കർ എന്ന് പറയുന്നതിനകത്ത് ഒരു .torrent ഫയൽ ഉണ്ടാവും. അതിനകത്താണ് നമ്മുടെ ഈ ഫയലിൻ്റെ മെറ്റാ ഡേറ്റ ഇരിക്കുന്നത്. അതായത് ചങ്ക്സ് അല്ലെങ്കിൽ ക്രിപ്റ്റോഗ്രാഫിക് ഹാഷസ് ഓഫ് അബൌട്ട് ദ ഫയലാണ് നമ്മുടെ .torrent ഫയലിനകത്ത് ഉണ്ടാവുക. ട്രാക്കർ എന്ന് പറയുന്നത് ഒരു സെൻട്രൽ നോഡാണ്. നമ്മുടെ ഈ ലിസ്റ്റ് ഓഫ് ആക്റ്റീവ് പിയേഴ്സിനെ സ്വാമിനെ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ട്രാക്കറിൻ്റെ ജോബ് എന്ന് പറയുന്നത്. ഇനി എന്താണ് സ്വാം ആൻഡ് പീസസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ? ഒരു നോഡ് നമ്മുടെ റാൻഡം ആയിട്ടുള്ള മിസ്സിംഗ് ചങ്ക്സിനെ മൾട്ടിപ്പിൾ പിയേഴ്സിൽ നിന്ന് ഒരേ സമയം ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ഡൗൺലോഡഡ് ചങ്ക്സിനെ വേറെ സ്ഥലത്തേക്ക് അപ്ലോഡ് ചെയ്യും. ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് സ്വാം ആൻഡ് പീസ് ഡിസ്ട്രിബ്യൂഷൻ. ഇനി ചോക്കിംഗ് അൽഗോരിതം എന്ന് പറഞ്ഞാലോ, നമ്മുടെ BitTorrent ഒരു ടിറ്റ് ഫോർ ടാറ്റ് സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ടാണ് ഒരു പിയറിനെ അൺചോക്ക് ചെയ്യുന്നത്, അതായത് നമ്മുടെ ഡേറ്റയെ ഷെയർ ചെയ്യുന്നത്. വിത്ത് ടോപ്പ് 4 peers currently sending data at the highest rate, incentivizing active contribution to the network. ഇനി 9 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ വീഡിയോ ഒത്തിരി ലെങ്ത് ആയി പോകും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക.